ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഡാഡി ഇന്ന് വന്നിരിക്കുന്നത്. ഫ്ലഫി ഓംലെറ്റ്. ഒട്ടും എരിവോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകതര ഓംലെറ്റ് ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ഫ്ലഫി ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു 4 മുട്ട എടുത്ത് 4 മുട്ടയുടെ വെള്ള വേറെ അതിൻ്റെ ഉണ്ണി വേറെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ള നമുക്ക് നല്ലതുപോലെ ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് നമ്മൾ എന്നിട്ട് ഇത് വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ പതപ്പിച്ചെടുത്താൽ മതി. കാരണം ഇത് നല്ലപോലെ പതയണം, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ ഉണ്ണി ഞാനങ്ങ് മാറ്റി വെക്കുകയാണ്. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ അടിച്ച് പതപ്പിക്കാം. മുട്ടയുടെ വെള്ളയ്ക്കുള്ളിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നമ്മൾ നല്ലതുപോലെ അടിക്കാം. 2 സ്പീഡിൽ ഒരു 3 മിനിറ്റ് നമ്മൾ അടിച്ചു. പൊക്കി നോക്കുമ്പോൾ എന്തുണ്ട്, ഈ പരുവത്തിൽ നല്ല ബ്ലഫി ആയിട്ട് നിൽക്കുന്ന ഈ പരുവത്തിൽ വേണം നിർത്താൻ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റാം. ഫ്ലഫി ഓംലെറ്റിൻ്റെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്നായ 4 മുട്ടയുടെ ഉണ്ണി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് ചേർക്കുകയാണ്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് അടിച്ച് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ ചൂടാക്കി പാനിലേക്ക് ഒരു അല്പം ബട്ടർ ഇട്ട് അതിലേക്ക് നമ്മൾ ഈ യോക്ക് ആദ്യമായിട്ട് ഒഴിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതായ വെള്ള ഇതിനകത്ത് ചേർക്കുകയുള്ളൂ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്നതായ പാലും മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് നമുക്ക് നടച്ചു വെക്കാം. ആ വേകുന്ന 2 മിനിറ്റ് കൊണ്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതായ ആ വെള്ള മുട്ടയുടെ വയറ്റിനകത്തേക്ക് കുറച്ച് ഓണിയൻ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു ഓണിയനാണ്, പൊടിയായിട്ട് കൊത്തിയരിഞ്ഞാണ്, അത് മതി. അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മുട്ട റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വൈറ്റ് ചേർത്ത് കൊടുക്കാം. മുകൾ വശമൊക്കെ നമുക്കൊന്ന് നല്ലപോലെ പരത്തി അതിൻ്റെ മേളിൽ കൂടി നമുക്കൊരു ലേശം കുരുമുളക് പൊടി ഒന്ന് തൂളി കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, കാരണം കൂടിയ ഫ്ലെയിം വേണ്ട. നമ്മുടെ ഫ്ലഫി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ചാണ്. ഇത് നമുക്ക് തുറന്നു നോക്കാം. നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. മുകൾ വശമൊക്കെ നമ്മളിത് മറിച്ചിടുന്നില്ല, കാരണം മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി കാണാൻ പോവും. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഞങ്ങളുടെ ഈ ഫ്ലഫി ഓംലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വളരെയധികം ഇഷ്ടമായിരിക്കും. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് എരിവുള്ളതായ യാതൊരു വിധമായ കാര്യങ്ങളും ചേർക്കുന്നില്ല. ഇത് വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. വിദേശ സ്റ്റൈലിൽ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവിനെയൊക്കെ ഇത് അറിയിച്ചു കൊടുക്കണം. നിങ്ങളുടെ കമൻസ് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്ത് അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്നതായ എല്ലാ റെസിപ്പികളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബൈ, താങ്ക്സ്.